ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേഴ്സിലേക്ക് സ്വാഗതം. നൈമിഷാരണ്യത്തിൽ സൂതൻ മഹർഷിമാർക്ക് മഹാഭാരത കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. സർപ്പോൽപത്തിയെക്കുറിച്ചും ഗരുഡോൽപത്തിയെക്കുറിച്ചും നമ്മൾ കേട്ട് കഴിഞ്ഞു. പാലാഴി കടഞ്ഞ് അമൃതെടുത്ത കഥയാണ് നമ്മൾ ഇന്നിവിടെ കേൾക്കുവാൻ പോകുന്നത്. നാഗങ്ങളുടെ മാതാവായ കദ്രുവും ഗരുഡന്റെ മാതാവായ വിനതയും ഒരിക്കൽ ഉച്ചൈശ്രവസ് എന്ന ഒരു ദിവ്യ കുതിരയെ കാണുവാനിടയായി. സർവ്വലക്ഷണങ്ങളും തികഞ്ഞതും പാലാഴിയിൽ നിന്ന് അമൃതിനോടൊപ്പം ഉദിച്ചു വന്നതുമായ ആ വിശിഷ്ടമായ കുതിരയെ കണ്ട് അവർ അത്ഭുതം പൂണ്ടു. കഥകൾ ശ്രവിച്ചുകൊണ്ടിരുന്ന മഹർഷിമാർ സൂതനോട് പാലാഴി മദനത്തെക്കുറിച്ചും ആ വിശിഷ്ടമായ കുതിര എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചും പറഞ്ഞു തരണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അമൃതമഥന കഥ പറയുന്നതിന് മുൻപ് മഹാമേരു എന്ന ദിവ്യ പർവ്വതത്തെപ്പറ്റി അറിയണമെന്ന് സൂതൻ പറഞ്ഞു. സൂര്യശോഭയെപ്പോലും തളർത്തുന്ന സ്വർണ്ണ കൊടുമുടികൾ അണിഞ്ഞ ആ പർവ്വതം ആകാശത്തോളം ഉയർന്നു തിളങ്ങുന്നു. ദേവന്മാരുടെയും ഗന്ധർവന്മാരുടെയും വാസസ്ഥാനമാണ് ആ പർവ്വതം. ദിവ്യന്മാർക്കല്ലാതെ അവിടെ എത്തുവാൻ ആർക്കും സാധ്യമല്ല. മഹാസിംഹങ്ങളാണ് അവിടെ കാവൽ നിൽക്കുന്നത്. ദിവ്യ ഔഷധികൾ നിറഞ്ഞതും കിളിക്കൂട്ടങ്ങൾ പാട്ടുപാടിയും രത്നങ്ങൾ ചാർത്തിയും നിൽക്കുന്ന ആ പർവ്വത ശിഖരങ്ങളിൽ ദേവന്മാർ വസിക്കുന്നു. സ്വർഗത്തെ തന്നെ താങ്ങി നിൽക്കുന്ന ദിവ്യ പർവ്വതമാണ് മഹാമേരു. അങ്ങനെയിരിക്കെ ഒരു നാൾ ഒരു സംഭവമുണ്ടായി. ഉഗ്രകോപിഷ്ഠനായ മഹാമുനി ദുർവാസാവ് വനത്തിലൂടെ പോകുമ്പോൾ ചില വിദ്യാധര കന്യകമാർ അദ്ദേഹത്തെ കാണുവാനിടയായി. അവർ അദ്ദേഹത്തെ കണ്ട് ആദരവോടെ തൊഴുത് തങ്ങൾ കോർത്ത വിശിഷ്ടമായ പുഷ്പഹാരം അദ്ദേഹത്തിന് സമ്മാനിച്ചു. മഹർഷി സന്തോഷപൂർവം ആ മാല സ്വീകരിച്ച് അവരെ യാത്രയാക്കി. അതിനുശേഷം ഈ വിശിഷ്ടമായ മാല എന്തു ചെയ്യേണ്ടു എന്നറിയാതെ അദ്ദേഹം ആലോചിച്ച് നിൽപ്പായി. അങ്ങനെ നിൽക്കുമ്പോൾ അലങ്കരിച്ച ആനപ്പുറത്ത് ബാലസൂര്യനെ പോലെ വിളങ്ങുന്ന ദേവരാജാവായ ഇന്ദ്രൻ വരുന്നത് അദ്ദേഹം കണ്ടു. മഹർഷിയെ കണ്ട ഇന്ദ്രൻ ആനപ്പുറത്തു നിന്ന് ഇറങ്ങി അദ്ദേഹത്തെ കൈകൂപ്പി വണങ്ങി. ദിവ്യമായ ആ പുഷ്പമാല ഇന്ദ്രദേവന് തന്നെ നൽകാമെന്ന് മഹർഷി തീരുമാനിച്ചു. അദ്ദേഹത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ആ പുഷ്പഹാരം മഹർഷി ദേവരാജാവിന് നൽകി. ദിവ്യമായ ആ മാല യാതൊരു കേടും വരുത്താതെ അണിഞ്ഞുകൊള്ളൂ എന്ന് മഹർഷി അറിയിച്ചു. ആ പുഷ്പഹാരം ഇരു കൈയും നീട്ടി വാങ്ങിയിട്ട് ദേവരാജാവ് തിരികെ പോകുവാൻ തുനിഞ്ഞു. മഹർഷിയെ വന്ദിച്ച് ആനപ്പുറത്തേറിയ ദേവേന്ദ്രൻ ആ മാല ആനയുടെ മസ്തകത്തിൽ വച്ചു. തൻ്റെ ശിരസിൽ അണിയുവാൻ വേണ്ടി മുടി ചിക്കവേ ഒരാപത്തുണ്ടായി. ദിവ്യപുഷ്പങ്ങളുടെ സുഗന്ധത്തിൽ ആകൃഷ്ടരായ വണ്ടുകൾ പാഞ്ഞണഞ്ഞു വന്ന് ആനയുടെ മസ്തകത്തിനു ചുറ്റും മുരണ്ടുകൊണ്ട് പാറി പറക്കുവാൻ തുടങ്ങി. വണ്ടുകളുടെ മുരൾച്ചയിൽ കുപിതനായ ആന തൻ്റെ തുമ്പിക്കൈ ഉയർത്തി ആ പൂമാല വലിച്ച് താഴെയിടുകയും അതിനെ ചവിട്ടി അരയ്ക്കുകയും ചെയ്തു. ഈ കാഴ്ച കണ്ട ദുർവാസാവ് മഹർഷി കോപം കൊണ്ട് വിറച്ചു. ഉഗ്രകോപിയായ മഹർഷി തീക്ഷ്ണ സ്വരത്തിൽ ഇങ്ങനെ ശപിച്ചു: അഹങ്കാരിയായ ദേവേന്ദ്ര, നീ എന്നെ നിന്ദിച്ചിരിക്കുന്നു. അതിനാൽ നീയും നിന്റെ വംശവും സർവ്വ ഐശ്വര്യവും നശിച്ച് ജരാനരകൾ ബാധിച്ചവരായി തീരട്ടെ. ദേവേന്ദ്രൻ ഞെട്ടിവിറച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ സുവർണ ശോഭയാർന്ന ശരീരം ഒരു പടുവൃദ്ധൻ്റേതുപോലെയായി. തൊലി ചുളിഞ്ഞു തൂങ്ങി, തലമുടിയാകെ നരച്ചു, കണ്ണിന് കാഴ്ച മങ്ങി. വിറയ്ക്കുന്ന കൈകാലുകളോടെ അദ്ദേഹം പണിപ്പെട്ട് ആനപ്പുറത്തു നിന്നിറങ്ങി വേച്ചു വേച്ച് നടന്നു ചെന്ന് അദ്ദേഹം മഹർഷിയുടെ പാദത്തിൽ വീണു. താൻ നിരപരാധിയാണെന്നും തനിക്ക് മാപ്പ് നൽകണമെന്നും അദ്ദേഹം കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. കോപം തെല്ലൊന്നടങ്ങിയ മഹർഷി അദ്ദേഹത്തിന് ശാപമോക്ഷം നൽകി. പാലാഴിയിൽ നിന്ന് ഉയരുന്ന അമൃത് കഴിച്ചാൽ നിങ്ങൾക്ക് യൗവനവും മഹാവീര്യവും നേടാം. ദുഃഖിതനായ ദേവേന്ദ്രൻ മറ്റു ദേവകളോടുകൂടി ആലോചിച്ച് കാരുണ്യമൂർത്തിയായ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കുവാൻ തീരുമാനിച്ചു. ജരാനരകൾ ബാധിച്ച ദേവന്മാർ ബ്രഹ്മാവുമൊത്ത് പാൽക്കടൽ കരയിലെത്തി. അവിടെ
വെളുവെളുത്ത പാൽത്തിരകൾ ഉയർന്നടിച്ചു ചിതറുന്നുണ്ടായിരുന്നു. സുഗന്ധമുള്ളതും ദിവ്യരത്നങ്ങൾ നിറഞ്ഞതുമായ ആ തീരഭൂമിയിൽ ചെന്ന് നിന്ന് അവർ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു. ഭഗവാൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷനായി. അദ്ദേഹം പറഞ്ഞു, ഹേ ദേവന്മാരെ, നിങ്ങൾ അസുരന്മാരുമായി യോജിച്ച് മന്ദരപർവ്വതത്തെ കടകോലാക്കി പാൽക്കടലിലിട്ട് കടഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾക്ക് അമൃത് ലഭ്യമാകും. സന്തുഷ്ടരായ ദേവന്മാർ പക മറന്ന് അസുരന്മാരെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചു. ദിവ്യവസ്തുക്കൾ കിട്ടുമെന്ന ആശയാൽ അസുരന്മാർ അവരോട് യോജിച്ചു. ദേവന്മാരും അസുരന്മാരും ഒന്നിച്ച് മന്ദരപർവ്വതം നിൽക്കുന്നിടത്ത് ചെന്ന് അതിനെ നോക്കിക്കണ്ടു. ആകാശത്തോളം ഉയർന്ന കൊടിമുടികളാലും മഹാവനങ്ങൾ നിറഞ്ഞതും 10,000 യോജന താഴോട്ടും 10,000 യോജന മുകളിലോട്ടും വളർന്നു നിൽക്കുന്ന ആ പർവ്വതം കണ്ട് അവർ വിഷണ്ണരായി. അവർ വീണ്ടും വിഷ്ണു ഭഗവാനെ ശരണം പ്രാപിച്ചു. മന്ദരപർവ്വതം ഉയർത്തുവാനുള്ള കെൽപ്പ് തങ്ങൾക്കില്ല എന്നവർ അറിയിച്ചു. ഭഗവാൻ അവരെ സമാധാനിപ്പിച്ചു. എന്നിട്ട് അനന്തൻ എന്ന മഹാനാഗത്തോട് മന്ദരപർവ്വതത്തെ കടപുഴക്കി എടുത്തുകൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു. 1000 ഫണമുള്ള അനന്തൻ മന്ദരപർവ്വതത്തെ ഇളക്കി ചുമന്ന് പാലാഴിയിലെത്തിച്ചു. അങ്ങനെ മന്ദരപർവ്വതം കടകോലായി. ഇനി അതിനെ ചുറ്റുവാൻ ഒരു കയറ് വേണമല്ലോ. വാസുകി എന്ന മഹാനാഗം കയറായി. ദേവന്മാർ വാസുകിയുടെ വാലിൽ പിടിച്ചു. അസുരന്മാർ തലയും. ജയഘോഷങ്ങളോടെ പാലാഴി മഥനം ആരംഭിച്ചു. പാലാഴി മഥനത്തിന്റെ ബാക്കി ഭാഗം ഇനി അടുത്ത അവസരത്തിൽ കേൾക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. ഇനി അടുത്ത കഥയുമായി വരുന്നത് വരെ ബൈ.